ഒരു കുഞ്ഞു ദേശത്തിന് വേണ്ടി നൂറ്റാണ്ടുകളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധം. ജസ്റ്റ് ഫോർ എ ടൈനി സ്ട്രിപ്പ് ഓഫ് ലാൻഡ്. യഹൂദരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമൊക്കെ പരിപാവനമായി കാണുന്ന ജെറൂസലമിനെ പറ്റിയാണ് പറയുന്നത്. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തോടെ, പാലസ്തീനിൻ്റെ അധിനിവേശത്തോടെ, അവിടെ നടക്കുന്ന ക്രൂരതയോടെ, വളരെ ക്രൂവലായിട്ടുള്ള ആക്രമണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടെ സമൂഹത്തിന് മുന്നിൽ വീണ്ടും ദുരന്തത്തിൻ്റെ ഒരു നേർചിഹ്നമായി ആ നാട് ജെറൂസലം, പാലസ്തീൻ ഉയർന്നു വന്നിരിക്കുകയാണ് വീണ്ടും ഒരിക്കൽ കൂടി. എങ്ങനെയാണ് ജൂതരും മുസ്ലിങ്ങളുമൊക്കെ ആ നാട്ടിൽ ഒരുമിച്ച് ജീവിക്കുന്നത്? എങ്ങനെയാണ് അവർ ഒരു മതിലിനപ്പുറമുള്ള അവരുടെ അയൽക്കാരെ അല്ലെങ്കിൽ ശത്രുക്കളെ നോക്കിക്കാണുന്നത്? യഹൂദായി അമിഖായിയുടെ ഒരു കവിതയുണ്ട്, ജെറൂസലം. ഞാൻ മുൻപ് കപ്പ് ഓഫ് കവിതയിൽ അവതരിപ്പിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്രസക്തി വീണ്ടും വന്നതുകൊണ്ട് ഞാൻ ആ കവിത വീണ്ടും അവതരിപ്പിക്കുന്നു. ജെറൂസലം. തുടങ്ങുന്നതിന് മുമ്പ് കവിയെപ്പറ്റി 2 വാക്ക്. ഇസ്രയേലിലെ ഏറ്റവും പ്രശസ്തനായ കവിയാണ് അമിഖായ്, യഹൂദായ് അമിഖായ്. ഹീബ്രു ഭാഷയിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഏതാണ്ട് 40ഓളം ലോക ഭാഷകളിൽ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. He once said, everything in the world was political. Even if a poet writes about somebody sitting in a glass house sipping tea, that reflects politics. അദ്ദേഹത്തിൻ്റെ കവിതയിൽ രാഷ്ട്രീയമുണ്ട്, പക്ഷേ അതിൽ വിദ്വേഷമില്ല. At the beginning of the poem, we see someone looking at the laundry hanging on a roof in the neighborhood. അയൽപക്കത്തെ ടെറസിൽ, റൂഫിൽ വിരിച്ചിട്ടിരിക്കുന്ന ആ തുണി, അത് മാത്രമേ ദൃശ്യമാവുന്നുള്ളൂ. അതിനപ്പുറം മറ്റൊരു കാഴ്ചയും കാണാൻ സാധിക്കുന്നില്ല. കാര്യം ഇടയ്ക്ക് വലിയ മതിലുണ്ട്. അത് ആ ലോണ്ട്രി, ഇറ്റ് ബിലോങ്സ് ടു ദ എനിമി. മറ്റൊരു കാഴ്ചയും ദൃശ്യമാകുന്നുണ്ട്. ഇൻ ദ ബ്ലൂ സ്കൈ, ഇൻ ദ സ്കൈ ഓഫ് ജെറൂസലം, ഒരു പട്ടം പാറി നടക്കുന്നു. ആൻഡ് ഹൂ ഈസ് ഹോൾഡിംഗ് ദ സ്ട്രിങ് ഓഫ് ദാറ്റ് കൈറ്റ്? എ ലിറ്റിൽ ചൈൽഡ്. പക്ഷേ ആ കുട്ടിയും കാണാനാവുന്നില്ല. കാര്യം മതിലിനപ്പുറത്താണ് ആ കുട്ടി. യുദ്ധകാഹളവും അതുപോലെ പോർവിളികളും നിരന്തരം മുഴങ്ങുന്ന ആ നാട്ടിൽ കുട്ടികളുടെ ആ നിഷ്കളങ്കതയും അതുപോലെ അവരുടെ കളികളുമൊക്കെയുണ്ട്. ബട്ട് ദേ റിമെയിൻ ഹിഡൻ ആൻഡ് ദേ ആർ ഇനാക്സസിബിൾ ഫോർ ദ ഗ്രോൺ-അപ്സ്. അവർക്ക് ആകെ കൂടെ കാണാനാവുന്നത് അയൽപക്കത്ത്, ആ മതിലിനപ്പുറം അവരുടെ വീട്ടിൻ്റെ മുകളിൽ വിരിച്ചിട്ടിരിക്കുന്ന ആ തുണി മാത്രം. അവരുടെ ശത്രുവിൻ്റെ വീട്ടിൽ ഉണക്കാനിട്ടിരിക്കുന്ന തുണികൾ. കവിതയുടെ അവസാന ഭാഗമാണ് ഗംഭീരം. വി ഹാവ് പുട്ട് അപ്പ് മെനി ഫ്ലാഗ്സ്, ദേ ഹാവ് പുട്ട് അപ്പ് മെനി ഫ്ലാഗ്സ്. ആ ടെറസിൽ വിരിച്ചിരിക്കുന്ന ഒരു പക്ഷേ 2 വീട്ടുകാരുടെ റൂഫിൽ വിരിച്ചിരിക്കുന്ന തുണികൾ, അവ ദേശാഭിമാനത്തിൻ്റെ കുടിക്കൂറകളായി മാറുകയാണ്. എന്തിനാണ്? ടു മേക്ക് ദം തിങ്ക് ദാറ്റ് വി ആർ ഹാപ്പി, ടു മേക്ക് us think that they are happy. ഇതിലാർക്കെങ്കിലും സന്തോഷമുണ്ടോ? ഇല്ല. പക്ഷേ ആ കൊടിക്കൂറകൾ ആകാശത്ത്, കാറ്റത്ത് പറന്നുകൊണ്ടേയിരിക്കണം. അവർ, നമ്മൾ എതിരാളികളെക്കാൾ സന്തുഷ്ടരാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം 2 കൂട്ടരും തകർന്നുകൊണ്ടേയിരിക്കുമ്പോഴും. കവിത. Jerusalem. On a roof in the old city, laundry hanging in the late afternoon sunlight. The white sheet of a woman who's my enemy. The towel of a man who's my enemy, to wipe off the sweat of his brow. In the sky of the old city, a kite. At the other end of the string, a child I can't see because of the wall. We have put up many flags. They have put up many flags to make us think that they are happy, to make them think
that we are happy. എനിക്ക് ഈ കവിതയുടെ അവസാന ഭാഗം വായിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നിരന്തരം ഷെയർ ചെയ്യുന്ന ചില മനോഹരമായ ചിത്രങ്ങളാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അവയും ഒരു തരത്തിൽ ആ റൂഫിൽ വിരിക്കുന്ന തുണികൾ പോലെയല്ലേ, അഭിമാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ കുടിക്കൂറകൾ. അവയിങ്ങനെ കാറ്റത്ത് പറന്നുകൊണ്ടേയിരിക്കും. We have put up many flags. They have put up many flags to make us think that they are happy, to make them think that we are happy. Are we? Are they?